ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രാഫ്റ്റി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ ടേംസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. വസ്ത്രങ്ങൾ വെട്ടുമ്പോൾ വിയുടെ ആകൃതിയിൽ കത്രിക കൊണ്ട് അടയാളപ്പെടുത്തുന്നതിനെ ബാലൻസ് നോച്ചസ് എന്ന് പറയുന്നു. ട്രൗസേഴ്സ് തയ്ക്കുമ്പോൾ രണ്ട് വശത്തെ കാലും തമ്മിൽ കൂട്ടിത്തയ്ക്കുന്ന സ്ഥാനത്തിന് ഫോർക്ക് എന്ന് പറയും. ഒരു കോട്ടിന് കോളർ പിടിപ്പിച്ച് മുൻവശത്തേക്ക് മടക്കി വെക്കുന്ന ഭാഗമാണ് ലാപ്പൽസ്. കട്ട് പോക്കറ്റിന്റെ അറ്റത്ത് വെച്ച് തയ്ക്കുന്ന ഒരു വീതി കുറഞ്ഞ കഷ്ണത്തിന് ജെറ്റിംഗ് എന്ന് പറയും. കോട്ട് സ്ലീവിന്റെ മുകളിലത്തെ വളഞ്ഞ ഭാഗത്തിന് ക്രൗൺ എന്നും വസ്ത്രം നിർമ്മിക്കുമ്പോൾ അധികമായി വിടുന്ന തയ്യൽ തുമ്പിലെ ഇല്ല എന്നുമാണ് പറയുന്നത്. വസ്ത്രത്തിന്റെ കൈ യോജിപ്പിക്കുന്ന ഭാഗമാണ് ആം ഹോൾ. അയവിനും ഭംഗിക്കും വേണ്ടി ചെയ്യുന്ന നീളത്തിലുള്ള നേരിയ ഓപ്പണിംഗ്. ഒരു വസ്ത്രം മടക്കുമ്പോൾ ഉണ്ടാക്കുന്ന വരകളെ ക്രീസ് എന്നാണ് പറയുന്നത്. അലങ്കാരത്തിനായി ഒരു പാറ്റേണിൽ നിർമ്മിച്ച ഒരു ഡിസൈനാണ് മോട്ടീഫ്. പഴയ വസ്ത്രങ്ങൾ പുതിയ വസ്ത്രങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് റീമോഡലിംഗ്. പൂർണ്ണമായും അടച്ച സീം, ഫ്രണ്ട് സീം, വെൽവെറ്റ്, ടർക്കി എന്നീ തുണികളിൽ നല്ല വശത്ത് നൂൽ പൊങ്ങി നിൽക്കുന്നതിനെ പൈൽ എന്ന് പറയും. കോട്ടിൻ്റെ പുറകുവശത്തെ കഴുത്തിനെ ടിക്ക് എന്ന് പറയുന്നു. ഒരു തുണിയിൽ നേരെ പോകുന്ന നാരുകൾ അല്ലെങ്കിൽ ഇഴകൾക്ക് ഗ്രെയിൻ എന്നാണ് പറയുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ചാനൽ എന്തായാലും പോയി സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.